ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 70/2024 പ്രകാരം. അപ്പം അതിൽ എക്സാം കഴിഞ്ഞു, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഇന്നലെയാണ്. അപ്പോൾ ഡേറ്റ് 28/7/2025, കാറ്റഗറി നമ്പർ 70/2024. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് മെയിൻ ലിസ്റ്റിലും അതേപോലെ എത്ര പേര് സബ്സിക്വന്റ് ലിസ്റ്റിലൊക്കെ ഇൻക്ലൂഡ് ആയി എത്ര കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് നോക്കാം. മെയിൻ ലിസ്റ്റിലാകെ 16 പേരാണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. ലിസ്റ്റിലാകെ 16 പേരും, സപ്ലിമെന്റ് ലിസ്റ്റിൽ 60 പേരെയും അവർ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ 11 പേരും, ടോട്ടൽ 87 പേരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. 87 പേര് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 16 കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ 50.67 50.67 മാർക്സിന് മേലുള്ളവരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടേക്കുന്നത് കേട്ടോ. 50.67 മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. കേരളത്തിലെ സർവകലാശാലകൾ ഈ ഇലക്ട്രിക്കൽ തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി 15/5/2024 70/2024 കാറ്റഗറി നമ്പറെ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലെ മലയാളം പതിപ്പിൽ ചുവടെ സൂചിപ്പിക്കുന്ന കുറിപ്പ് കൂടി ചേർത്ത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അതെന്താ? ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും WPC 31/672/2022 മേലുള്ള അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ എൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ WPC 316/2022 നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കേസിൻ്റെ സ്റ്റാറ്റസ് നമുക്കവിടെ പെൻഡിങ് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓരോ രീതിയിലും ഓരോ സമയത്ത് നടന്ന ഹിയറിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതേപോലെ ആ ഒരു ഇൻ്ററിംഗ് ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് മെയിനായിട്ടൊന്നുമില്ല. നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ ഒരു ഓവർസിയർ ഗ്രേഡ് 1 ആയ ഒരാളെ AE ആയിട്ട് ടെമ്പറലി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾ പറഞ്ഞ് വേറെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വിളിക്കരുത് എന്നുള്ള രീതിയിലാണ്. അതാണ് കേസിന് ആസ്പദമായ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും യൂണിവേഴ്സിറ്റികളിൽ PSC വഴി ആയിരുന്നില്ല ഏറ്റവും റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെയാണത് PSCക്ക് വിട്ടുകൊടുത്തത്. PSCക്ക് വിട്ടുകൊടുത്തപ്പോഴാണ് ഈവൻ യൂണിവേഴ്സിറ്റി LGS ഒക്കെ PSC വഴി കുറേ നിയമനം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഇലക്ട്രീഷ്യൻ, അതേപോലെ ഓവർസിയർ, അങ്ങനെ പല സിവിൽ AE എല്ലാത്തിലും അങ്ങനെ PSCക്ക് വിട്ടുകൊടുത്തതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റികളിൽ PSC നിയമനം നടന്നു തുടങ്ങിയത്. ഒരു കാലത്ത് അങ്ങനെ PSC ആയിരുന്നില്ല യൂണിവേഴ്സിറ്റികളിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത് PSCക്ക് മാറിയപ്പോഴുള്ള ഒരു പ്രശ്നമാണ്. ഇതിൽ ഫൈനൽ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഇതാണ് കേസ് നമ്പർ, ഇതാണ് ഇയർ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.